ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രെഡ് നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ ബ്രെഡ് നിറച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് നിറച്ചതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചിക്കനാണ്. ചിക്കനിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കാബേജ് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ചിക്കനിലൊക്കെ ഉപ്പുണ്ട്, എന്നാലും ആ ക്യാരറ്റിനും കാബേജിനും വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കുക്കുംബർ അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ കുക്കുംബറിൽ കുറച്ച് സുർക്കയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഊറി നിൽക്കും. അപ്പോൾ ആ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തോട് ഇട്ട് കൊടുക്കരുത്. 2 പച്ചമുളക് ഉപ്പിലിട്ടതും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് കുറച്ച് ലൂസായിട്ടുള്ളതാണ്, അപ്പോൾ അത് കട്ടിക്കുള്ള മയോണൈസ് വേണ്ട, കുറച്ച് ലൂസുള്ള മയോണൈസ് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാനിത് ഹോം മെയ്ഡാണ്, മയോണൈസ് വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മയോണൈസ് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം. ബ്രെഡ് ആയതുകൊണ്ട് നല്ലപോലെ വലിച്ചെടുക്കും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ബ്രെഡാണ്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ ആ കട്ടിയുള്ള ഭാഗം ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സാധാരണ ബ്രെഡ് നിറക്കുന്നത് ഇതേപോലെയുള്ള ബ്രെഡ് ഒരു 3 പീസാക്കിയിട്ട് സൈഡൊന്നും കളയാതെയാണ് നിറക്കുന്നത്. അപ്പോൾ അതിന് നിറക്കുന്ന സമയത്ത് ചിക്കൻ്റെയോ ബീഫിൻ്റെയോ മസാല വെച്ചിട്ട് പുഴുങ്ങിയ മുട്ടയും കൂടി വെച്ചിട്ടാണ് ബ്രെഡ് നിറക്കുന്നത്. അപ്പോൾ അന്നേരം ഈ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ മയോണൈസിൻ്റെ മസാല വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആ സൈഡ് കളഞ്ഞാലായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പീസാ വേണമെങ്കിൽ വലിയ പീസാക്കി എടുക്കാം, ചെറിയ പീസാണെങ്കിൽ ചെറിയ പീസാക്കി എടുക്കാം. ഞാനിതിപ്പോൾ 8 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ പീസ് ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ നിറച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം നിറച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ കഷ്ണം നമുക്ക് ഇതിൻ്റെ മേലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് വേറെ മുട്ടേൻ്റെ മൈദൻ്റെ ഒന്നും ആവശ്യമില്ല. ആ മയോണൈസ് ഉള്ളതുകൊണ്ട് അതിൽ നല്ലപോലെ ഒട്ടി നിന്നോളും. ഇനി അടുത്തതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ബാക്കിയുള്ള ബ്രെഡ് നിറച്ച് കഴിഞ്ഞു. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് ചതച്ചതിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഈ മുട്ടേൻ്റെ മിക്സിൽ ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ മുട്ടയിലേക്ക് മുക്കിയിട്ട് ഈ പാനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്, കരിഞ്ഞു പോകും. മുട്ട പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. ഇത് ഓരോ ഭാഗം ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് നിറച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഒരെണ്ണം ഇതുപോലെ വലുതാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.